എടാ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുവാണ്, മിക്കവരും പഠിക്കാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ സർക്കിൾസിൽ അല്ലെങ്കിൽ പണ്ട് വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളിത് ഇങ്ങനെ ഒരു സാധനം പഠിച്ചായിരുന്നു. ഒരു ട്രയാങ്കിള്, ആ ട്രയാങ്കിളിന്റെ 3 മൂലയിലും കൂടി ഒരു സർക്കിൾ പാസ് ചെയ്യും അല്ലെ. ഇങ്ങനെ ട്രയാങ്കിളിന്റെ 3 വെർട്ടക്സിൽ കൂടി അല്ലെങ്കിൽ മൂലകളിൽ കൂടി സർക്കിൾ വരച്ചാൽ ആ സർക്കിളിന്റെ പേരെന്തായിരുന്നു? സർക്കം സർക്കിൾ. എന്താണ്? സർക്കം സർക്കിൾ. മലയാളത്തിൽ എന്ത് പേര് പറയും? പരിവൃത്തം എന്ന് പറയും. കേട്ടല്ലോ? എന്താണ് പേര്? സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം എന്ന് പറയും. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 മൂലകളിൽ കൂടി ഒരു സർക്കിൾ വരച്ചാൽ, ഒരു ട്രയാങ്കിളിന്റെ 3 മൂലകളിൽ കൂടി ഒരു സർക്കിൾ വരച്ചാൽ, അല്ലെങ്കിൽ സർക്കിൾ പുറത്താണ്, സർക്കിൾ പുറത്താണെങ്കിൽ അതിന്റെ പേരെന്താണ്? സർക്കം സർക്കിൾ. ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്, ടാൻജൻസിൽ പഠിക്കാൻ പോകുന്നത്, നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിന്റെ നേരത്തെ വരച്ചത് ട്രയാങ്കിളിന്റെ പുറത്തല്ലേ സർക്കിൾ വരച്ചത്. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ ട്രയാങ്കിളിന്റെ അകത്താണ് ഒരു സർക്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ അകത്ത് സർക്കിൾ വരച്ചാൽ ആ സർക്കിളിന് പറയുന്ന പേര്, അല്ലെങ്കിൽ ഈ ഫിഗറിന് പറയുന്ന പേര് ഇൻ സർക്കിൾ എന്നാണ്. അതായത് സർക്കിൾ എവിടെ കിടക്കുന്നത്? ഇൻസൈഡ്, അകത്താണ് കിടക്കുന്നത്. അല്ലെങ്കിൽ മലയാളത്തിൽ പറയും അന്തർവൃത്തം. വൃത്തം എവിടെയാണ് കിടക്കുന്നത്? അന്തറാണ്, അകത്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ടല്ലോ? അപ്പൊ സർക്കിൾ പുറത്ത് കിടന്നാൽ അതിന്റെ പേര് എന്താണ്? സർക്കം സർക്കിൾ, പരിവൃത്തം. നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സർക്കിൾ അകത്ത് കിടക്കുന്നതാണ്. സർക്കിൾ അകത്ത് കിടന്നാൽ അതിനെ പറയുന്ന പേരാണ് ഇൻ സർക്കിൾ. എന്താണ് മലയാളത്തിൽ? അന്തർവൃത്തം. സർക്കിൾ അകത്താണ് കിടക്കുന്നത്, അകത്ത് കിടന്നാൽ ഇൻ സർക്കിൾ, അന്തർവൃത്തം. മറന്നുപോയത്. കേട്ടല്ലോ? അപ്പൊ ഇത് വരയ്ക്കാനൊക്കെ ഉണ്ട്. വരയ്ക്കാൻ നമുക്കൊരു ലൈവിൽ പറയാം എന്തൊക്കെയാണ് വരയ്ക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു റിലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ആ റിലേഷനിൽ നമുക്ക് 3 സാധനങ്ങൾ വേണം. എ എന്താണെന്ന് അറിയണം, എസ് എന്താണെന്ന് അറിയണം, ആർ എന്താണെന്ന് അറിയണം. 3 സാധനങ്ങൾ. എന്തൊക്കെയാണ്? എ, എസ്, ആർ. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ പറയാൻ പോവുകയാണ് ആർ. ആർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു സർക്കിൾ ഇല്ലടാ. ഈ സർക്കിളിന്റെ റേഡിയസ്, അതിനെ പറയുന്ന പേരാണെന്ത്? ആർ. അപ്പൊ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ. മലയാളത്തിൽ വൃത്തത്തിന്റെ ആരം. കേട്ടല്ലോ? ഇനി നമുക്ക് വേണ്ടത് എ ആണ്. എ ശ്രദ്ധിക്കണേ. ഏരിയയ്ക്ക് സർക്കിളുമായിട്ടൊരു ബന്ധമില്ല. സർക്കിളിന് റേഡിയസ് മാത്രമേ. എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്, അല്ലെങ്കിൽ പരപ്പളവാണ്. അപ്പൊ നമുക്ക് സംശയമുണ്ട്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കിളും ഉണ്ട്, ട്രയാങ്കിളും ഉണ്ട്. ട്രയാങ്കിളിന്റെ ഏരിയ ആണോ? വൃത്തത്തിന്റെ ഏരിയ ആണോ? വൃത്തത്തിന്റെ പരപ്പളവാണോ? ട്രയാങ്കിളിന്റെ പരപ്പളവാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ ആ സംശയമാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്കേണ്ടത്. ഈ എ കിടക്കുന്ന ട്രയാങ്കിൾ പോലെ അല്ലടാ. അപ്പൊ ഏരിയ ഓഫ് എന്താണ്? ട്രയാങ്കിൾ ആണ് എന്തായിട്ട് എടുക്കേണ്ടത്? എ ആയിട്ട് എടുക്കേണ്ടത്. അല്ലെങ്കിൽ പരപ്പളവ് എന്തിൻ്റെയാണ്? ത്രികോണത്തിൻ്റെയാണ് പരപ്പളവ്. കേട്ടല്ലോ? അപ്പൊ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ, വൃത്തത്തിൻ്റെയാണ് ആരം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്, സർക്കിൾ അല്ല, വൃത്തത്തിന്റെ അല്ല. പിന്നെ എന്തിൻ്റെയാണ്? ത്രികോണത്തിന്റെ പരപ്പളവാണ്. ഒരു സാധനം കൂടിയുണ്ട്, എസ്. മറന്നു പോകരുത്, എസ്. എസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ ട്രയാങ്കിളിന്, ഇതും ട്രയാങ്കിളിന്റെ തന്നെയാണ്. ഈ ട്രയാങ്കിളിന് ഒരു പെരിമീറ്റർ ഉണ്ടാവൂലടാ. പെരിമീറ്റർ മലയാളത്തിൽ എന്ത് പറയും? ചുറ്റളവ് എന്ന് പറയും. ആ ചുറ്റളവിന്റെ പകുതി എന്താണ്? ചുറ്റളവിന്റെ പകുതി എടുക്കണം. പെരിമീറ്ററിന്റെ പകുതിനെ പറയുന്ന പേരാണ് എസ്. ആരുടെയാണ്? ട്രയാങ്കിളിന്റെ. അതായത് ട്രയാങ്കിളിന്റെ ഹാഫ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിന്റെ പകുതി, അതിനെ പറയുന്ന പേരാണ് എസ്. അതായത് പെരിമീറ്റർ എന്താണോ അതിന്റെ പകുതി എടുക്കണം, അതിനെ പറയുന്ന പേരാണ് എന്ത്? എസ്. അപ്പൊ 3 സാധനങ്ങൾ പറഞ്ഞു, ആറ്, എ, എസ്. ഈ 6 മാത്രമേ സർക്കിളിന്റെ ഉള്ളൂ. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ആരം. എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്, പരപ്പളവാണ്. ആരുടെ? ട്രയാങ്കിളിന്റെ, ത്രികോണത്തിന്റെ. എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതിയാണ്.
ആരുടെയാണ്? അതും ട്രയാങ്കിളിന്റെ, ത്രികോണത്തിന്റെ. മറന്നു പോകരുത്. അപ്പൊ ഇത് ഏതിന്റെ ആണെന്ന് നമുക്ക് സംശയം വരും. ഇനി ഇത് എന്തിനാ പഠിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ആറും എയും എസും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. റേഡിയസ് കണ്ടുപിടിക്കാൻ എയിനെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആർ ഈക്വൽ ടു എ ബൈ എസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താണ് ഇക്വേഷൻ? എന്താണ്? ആർ ഈക്വൽ ടു എ ബൈ എസ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. വൃത്തത്തിന്റെ ആരം, ത്രികോണത്തിന്റെ പരപ്പളവ്, ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതി. കേട്ടല്ലോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആർ എന്താണ്, എ എന്താണ്, എസ് എന്താണെന്ന് മറക്കരുത്. ആർ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ, സർക്കിളിന്റെ ആണ് റേഡിയസ്. എ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ, ത്രികോണത്തിന്റെ ആണ് ഏരിയ, പരപ്പളവ്. എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതി എടുക്കണം. ആരുടെ? ട്രയാങ്കിളിന്റെ. അപ്പൊ ഇക്വേഷൻ മറന്നു പോരുത്. ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു എ ബൈ എസ്. മറക്കുവാടാ, മറക്കുവാ. ആർ ഈക്വൽ ടു എ ബൈ എസ്. മറക്കുവാ. ഒരെണ്ണം കൂടി. ആർ ഈക്വൽ ടു എ ബൈ എസ്. മറക്കരുത്. ഏറ്റവും അവസാനത്തെ പോർഷനിൽ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ടാണ്. കേട്ടല്ലോ? വിട്ട് കളയരുത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദേ ശ്രദ്ധിച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചാണ്. അതെ, ഇൻ ദിസ് ഫിഗർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് 24 സെന്റിമീറ്റർ സ്ക്വയർ. ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഇനി ആൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ഈസ് 60 സെന്റിമീറ്റർ. പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ റേഡിയസ് കാണുക. കേട്ടല്ലോ? ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, മലയാളം ചിത്രത്തിൽ ത്രികോണത്തിന്റെ പരപ്പളവ് 24 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ത്രികോണത്തിന്റെ ചുറ്റളവ് 16 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിന്റെ ആരം കാണുക. ഇതാണ്. കേട്ടല്ലോ? അപ്പോൾ ഈ ഏരിയ, പരപ്പളവൊക്കെ വന്നാൽ ഈ ഇക്വേഷൻ മനസ്സിലേക്ക് വന്നോളണം. വിട്ടുപോകരുത്. ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു എ ബൈ എസ്. ഇനി നമുക്ക് നോക്കാം. ആർ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ റേഡിയസ് അല്ലേ? അതല്ലേടാ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. വൃത്തത്തിന്റെ ആരം കാണുക, റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പൊ അത് നമുക്കറിയില്ല. അതങ്ങനെ തന്നെ ഇട്ടു. അടുത്തത് എ വേണം. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ത്രികോണത്തിന്റെ പരപ്പളവാണ്. ത്രികോണത്തിന്റെ പരപ്പളവ് 24 ഏരിയ 24. അപ്പൊ 24 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെരിമീറ്ററിന്റെ പകുതി, ചുറ്റളവിന്റെ പകുതി അല്ലെ? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിന്റെ പകുതി ആയിരുന്നു. ഇവിടുത്തെ പെരിമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചുറ്റളവ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 16. മിക്കവരും ആ 16 എടുത്ത് അങ്ങോട്ട് വെക്കും. തെറ്റിച്ച് കളയരുത്. 16ന്റെ പകുതി എടുത്തോളണം. 16ന്റെ പകുതി എത്രയാടാ? 8. കിട്ടി. അത്രേ ഉള്ളൂ. അപ്പോൾ എ കിട്ടി, എസ് കിട്ടി. ആറ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ എടുക്കുക. ആർ ഈക്വൽ ടു എ ബൈ എസ്. എ എത്രയാണ്? 24 ബൈ എസ് എത്രയാണ്? 8. 24 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര കിട്ടും? 3 സെന്റിമീറ്റർ. അപ്പൊ ആർ എത്ര കിട്ടിയടാ? 3 സെന്റിമീറ്റർ. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിരിക്കും മിക്കപ്പോഴും. പക്ഷെ ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിട്ട് കളയരുത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ എടുക്കാം.